ഗോപിച്ചേട്ടനെ ഞാനും കൂടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. തുടങ്ങാം നമുക്ക്. ഓക്കെ. അതിന് മുമ്പ് എന്തോ മറ്റേ മുണ്ട് കിട്ടിയില്ലെങ്കിൽ ഇവിടെ കൗണ്ടറിൽ ചോദിക്കണം എന്ന് പറയാൻ എനിക്കും കൂടി ഒരു മുണ്ടെന്നുള്ളൂ. ഇവിടെ യൂണിഫോം ആണതുകൊണ്ട് ഞാനും കെട്ടാം, ഇല്ലെങ്കിൽ ഞാൻ ഇറക്കി വിടുമ്പോൾ നമ്മുടെ ഷെഫ് ചെവിയിൽ പറഞ്ഞിട്ട് പോയി. ശരിയാവും. ഇതിനകത്ത് വെക്കണമെങ്കിൽ നമ്മുടെ തലക്കെട്ടൊക്കെ വേണം. അതെ, ചോദിക്കുമ്പോൾ പറഞ്ഞില്ല, ഇപ്പം എന്നെ പിടി പുറത്താക്കിയാണ്. അപ്പോൾ തലക്കെട്ടും കിട്ടി, എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യം ചോദിക്കാനുണ്ട് ഗോപിച്ചേട്ടാ, നമ്മുടെ ഷാപ്പിൻ്റെ പേരെന്താ? നമ്മുടെ ഷാപ്പിൻ്റെ പേര് വാഴക്കൂട്ടം ഷാപ്പ് എന്നാണ്. വാഴക്കൂട്ടം. ഇവിടെ വാഴ കൂട്ടം മാത്രമേ ഉള്ളൂ. വാഴ പേരാണ്. ഇവിടെ ഷാപ്പുള്ള നാട്ടിൽ നിന്നാണോ അതോ? തീർച്ചയായിട്ടും ഞാൻ ആലപ്പുഴ കൈനേരി എന്നാണ് വരുന്നത്. ഒരു 3 വീടിന്റെ അപ്പുറത്താണ് ഷാപ്പാണ്. 3 വീട് അപ്പുറത്താണോ അതോ 3 വീട് ഷാപ്പ് അതിന്റെ അപ്പുറത്ത്? 3 വീടിന്റെ അപ്പുറത്തെ ഷാപ്പാണ്. ഓക്കെ. ഷാപ്പിന്റെ പേരാണ് വാഴക്കൂട്ട ഷാപ്പ്. വാഴക്കൂട്ട ഷാപ്പ്. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം എന്താ ഉണ്ടാകാൻ പോണേ? അപ്പമുണ്ട്. അപ്പമുണ്ട്. പിന്നെ എഗ്ഗപ്പമുണ്ട്. ഡിഫറെന്റ് എഗ്ഗപ്പമുണ്ട്. അതാണല്ലോ മുട്ട. ഞാൻ വെച്ച് കോഴിയുടെ പുഴുങ്ങി വെച്ചാണ് എടുത്ത് തന്നെ. അപ്പൊ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു ഓരോന്ന് തിന്നാലോ എന്ന് ഉണ്ടാക്കുമ്പോഴേ. കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ മാവ് ഇവിടെ ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ടൈമായി, അതുകൊണ്ട് എല്ലാം ഇതാണല്ലോ ഫ്രഷ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫ്രഷ് ആയിട്ട് നമ്മൾ ലൈവ് കൊടുക്കുകയാണ് അല്ലേ? എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചേക്കാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓ, കള്ള് ലൈറ്റായിട്ട് ചേർത്തിട്ടുണ്ട്. ആയതുകൊണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ അപ്പം ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ എന്തൊക്കെയാ? കള്ള്, പിന്നെ റോ റൈസ്. ശരി. പിന്നെ നമ്മൾ ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഈസ്റ്റ് ചേർക്കും. അത്രേ ഉള്ളൂ. കള്ളമുണ്ട് കേട്ടോ. ബെസ്റ്റ് കള്ള, നല്ല കള്ള ചേർത്താൽ. ഇതിൻ്റെ വേറെ സാധനം കിട്ടുമോ ഒഴിക്കാത്തത്? നമുക്ക് ഓക്കെ. നമ്മുടെ അപ്പം ഏകദേശം ഇങ്ങനെ ആയി വരുന്നു. കൈനകീഴിലാണല്ലേ? കൈനകീഴിലാണ് വീട്. സ്വന്തമായിട്ട് ഷാപ്പുണ്ടോ? സ്വന്തമായിട്ട് ഷാപ്പില്ല നമുക്ക്. തെങ്ങുണ്ട്. നമ്മൾ ചെത്താൻ കൊടുക്കാറുണ്ടല്ലേ? അവിടെയൊക്കെ നല്ല ഫുഡും നല്ല കള്ളുമാണ് ആ സൈഡിലോട്ട്. ഓക്കെ. നമുക്ക് ഫ്രഷ് ആയിട്ട് നല്ല കള്ള് കിട്ടും. തീർച്ചയായിട്ടും. അപ്പം റെഡി ആയിരിക്കാണ്. അപ്പം റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. എന്താ മതിയോ? അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം അത് ഇങ്ങോട്ടിട്ടു. ഓ, ഇങ്ങനെ ആവി പറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ സാധാ അപ്പം ആയിട്ടുണ്ട്. ഇനിയപ്പോൾ അടുത്ത് നമ്മുടെ എഗ്ഗപ്പം ആയിരിക്കും. എഗ്ഗപ്പം അടിക്കാം. നമ്മുടെ മുട്ടയപ്പം. ഓക്കെ. നമുക്ക് എന്താ റെഡി ചെയ്തത്? അതിപ്പോൾ എന്താ പ്രത്യേകത അതിനകത്ത് മെയിനായിട്ട്? നമ്മൾ അപ്പം അടിക്കുന്നതോടൊപ്പം തന്നെ അത് കുക്കായി വരുന്ന സമയത്ത് നമ്മളൊരു എഗ്ഗ് ചേർക്കും. എഗ്ഗപ്പം ജസ്റ്റ് നമ്മൾ ഒരു ഫ്രൈഡ് എഗ്ഗ് പോലെ അതിനകത്ത് ഉള്ളിൽ കിടക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ അപ്പത്തിനുള്ള മാവ്, എഗ്ഗപ്പത്തിനുള്ള മാവ് ഒഴിച്ചു. ഒന്ന് ഇങ്ങനെ, ഇതിൻ്റെ പേരെന്തായിരുന്നു ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ പേരുണ്ടല്ലോ? ചുറ്റിക്കുക, അത് പറഞ്ഞു. അപ്പോൾ അത് ചുറ്റിച്ചു, ഇവിടെ വെച്ചു. എഗ്ഗ്, നമ്മളെ മുട്ട, നല്ല കോഴിമുട്ട ഇങ്ങനെ നടുവിലോട്ട് എന്ന് പറഞ്ഞ വീണ് നമ്മൾ കവർ ചെയ്ത് വയ്ക്കും. അപ്പോഴത്തേക്കും ഇതാവോ അതോ അത് ഉള്ളിൽ കിടന്ന് ജസ്റ്റ് ബുൾസൈ പോലെ ആവും. അപ്പോൾ നമ്മുടെ അപ്പവും അതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ ബുൾസൈ പോലെ. അപ്പോൾ നമ്മുടെ ഒന്ന് നോക്കാവോ? നോക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഏകദേശം ഇങ്ങനെ ആ ഒരു ഇത്, കാരണം അത് മുട്ട ഉള്ളതുകൊണ്ട് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. കാരണം നടുവിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ വേറൊരു സംഭവം ഒരാളും കൂടി ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും പേരെന്നാ? വിപിൻ. ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കണേ? പുള്ളി അങ്ങനല്ല, ഫിഷ് ഫ്രൈ ഐറ്റംസ് ആണ്. ഫിഷ് ഫ്രൈ ഐറ്റം. വാഴക്കോട്ട ഷാപ്പിൽ എൻ്റെ കൂടെ ഒരു 3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. പേര് വിപിൻ. തിരുവനന്തപുരത്താണ് വീട്. അപ്പോൾ ഇന്ന് ഫ്രൈ ഐറ്റംസ് നമുക്ക് വിപിനായിരിക്കുമല്ലേ ചെയ്യുന്നത്? ഫിഷിൻ്റെ ഐറ്റംസ് സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹമാണ്. ഫിഷ്, കരിമീൻ ഫ്രൈ, പിന്നെ നമ്മുടെ എന്താ പറയുക ഫിഷ് കറി. ഇതിലൊക്കെ ആൾ നല്ല എക്സ്പെർട്ടാണ്. പ്രാവീണ്യം. അപ്പോൾ എന്തായാലും നമ്മുടെ ഫിഷ് ഐറ്റംസ് ഇദ്ദേഹമായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാം. എഗ്ഗപ്പം റെഡി ആയിട്ടുണ്ട്. ഓക്കെ. നമുക്കതുകൊണ്ട് അങ്ങോട്ട് മാറ്റിയിട്ട്, അപ്പോൾ നമ്മുടെ അപ്പവും എഗ്ഗപ്പം ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ മാരിനേഷൻ, നമ്മുടെ ഇനിയിപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പോണത് നമ്മുടെ മീൻ പൊരിക്കലാണ്, വറുക്കലാണ്. കരിമീനുണ്ട്, നമ്മുടെ മത്തി, ചാള എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനുള്ള മാരിനേഷൻ ചെയ്യാൻ പോണത് നമ്മുടെ ചേട്ടനാണ്, വിപിൻ ചേട്ടൻ. പേര് പറഞ്ഞില്ല, വിപിൻ ചേട്ടൻ ഓർമ്മയുണ്ട്. അപ്പോൾ വിപിൻ ചേട്ടനാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കൊന്ന് മാരിനേഷൻ ചെയ്യാം. ഇങ്ങോട്ട് മീൻ, കരിമീൻ അല്ല ഫ്രഷ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന ചേനയാണ്. അതിൻ്റെ നമ്മുടെ ചള ഹമ്മാപ്പി ഹൈക്കോണ്ട് സാധനമൊരുപ്പുണ്ട്. അപ്പോൾ ഇതങ്ങ് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ആദ്യം തന്നെ മസാലാസ് ഇട്ട് മാരിനേഷൻ ഉള്ള മസാല. സ്പൈസിയാണ്, നല്ല സ്പൈസി ആയിട്ടുള്ള കിടക്കട്ടെ. ഓക്കെ. നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി, കുറച്ച് കൂടുതൽ മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്.
ഉപ്പ്, പിന്നെ കറിവേപ്പില ഒന്ന് ഞെരടാൻ അല്ലേ, ഒന്ന് ഞെരടാൻ വേണ്ടി ഇത്തിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. വിനേഗർ, കുറച്ച് വിനേഗർ. ഓക്കെ, കുറച്ച് വിനേഗർ ഇട്ടിട്ടുണ്ട്. വിനേഗറിലാണ് മിക്സ് ചെയ്യുന്നത്. പുട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മിക്സിങ് ആയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്നത് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോൾട്ട്, നമ്മുടെ കറിവേപ്പില എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. വിചാരം മിക്സ് ചെയ്ത് നമ്മുടെ പുട്ടായിട്ടൊന്ന് പാർത്തിട്ടെ. നമ്മുടെ പുട്ട് ഇവിടെ ആയിട്ടുണ്ട്. പുട്ട് റെഡി ആയിരിക്കുകയാണ്. പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അതിങ്ങനെ നമ്മുടെ പ്ലേറ്റിലോട്ട് സ്മെല്ലും തന്നോളൂ. ഇതെല്ലാം സഹിച്ച് നിൽക്കണേണ് ഒരേ നിമിഷത്തിന് വേണ്ടിയിട്ട്. പ്ലെയിൻ പുട്ട് റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ പ്ലെയിൻ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് വെക്കാം. ഇനി പ്രിപ്പയർ ചെയ്യുന്നത് മീൻ പുട്ടാണ്. അടുത്ത നമ്മൾ തേങ്ങയ്ക്ക് പകരം നമ്മുടെ ഫിഷിൻ്റെ ഇതിടുന്നു. ഫിഷും നമ്മുടെ തേങ്ങയും കൂടി വറുത്തടിച്ച് അപ്പോൾ അത് ഞാൻ തേങ്ങയ്ക്ക് പകരം ഇട്ടു. ഇത്തിരി പൊടി ഇട്ടു. നമ്മുടെ ഇച്ചിരി കൂടെ ഫിഷിൻ്റെ ഇത് ഇട്ടു. വീണ്ടും പൊടി ഇടുന്നു. അപ്പോൾ അത് നമ്മൾ വെച്ചിട്ടുണ്ട്. ആവിലോട്ട് വെച്ചു. അപ്പോൾ അതങ്ങനെ ഇരുന്നാവട്ടെ. അപ്പോൾ നമ്മുടെ വിപിൻ ചേട്ടൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. മസാല നമ്മുടെ മീനിലോട്ട് ആദ്യം തന്നെ നമ്മുടെ കരിമീൻ പരട്ടുകയാണ്. എടുത്തോ, ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മൾ കരിമീനിലോട്ട് മസാല പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മസാല തേക്കുകയാണ്. ഓയിലിൽ 5 മിനിറ്റ് വെക്കണമല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് മസാലയ്ക്ക് അങ്ങോട്ട് ശരീരത്തിൽ പിടിക്കട്ടെ ഒന്ന് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മറ്റേ മീനിലോട്ടും അതും ഇങ്ങനെ തന്നെ ചെയ്യാനുള്ളതാണോ അതോ വേറെ മസാലയാണോ? മത്തി പൊരിച്ചതാണ്, ഓയിൽ ഫ്രൈ ആണ്. നമ്മൾ തവയിലിട്ട് ജസ്റ്റ് അത് ഗ്രില്ല് ചെയ്തെടുക്കും. അപ്പോൾ ഇത്തിരി ഡിഫറെൻറ്റ് മസാല ആണല്ലേ. അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് മറ്റേത് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആവിയൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതൊരു 5 മിനിറ്റ് ഇരുന്നോട്ടെ. മീൻ മുട്ട ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്ലേവറൊക്കെ വന്നു തുടങ്ങി അല്ലേ? വരട്ടെ, വേഗം വരട്ടെ. ഓക്കെ, മീൻ മുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ മുട്ട റെഡി ആയിട്ടുണ്ട്. എവിടെ ഇത് വിശപ്പെന്നുള്ളൊരു സാധനം എനിക്കില്ല. അതിന് എപ്പോഴുള്ളതുകൊണ്ടേ വന്ന് ശീലമായി. ജീവിത രീതിയാണത്. അപ്പോൾ നമ്മുടെ മീൻ മുട്ട റെഡി ആയിരിക്കുകയാണ്. അവസാനം കഴിച്ചോളാം. ഇപ്പോൾ നമ്മുടെ മീൻ പുട്ട് ആയിട്ടുണ്ട്. മീൻ പുട്ടായി, നമ്മുടെ സാധാ പുട്ടായി, അപ്പമായി, മുട്ടപ്പമായി. മുട്ടപ്പല്ലേ, എഗ്ഗപ്പം. അപ്പോൾ നമ്മുടെ മീൻ മാരിനേറ്റ് ചെയ്തോടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പതുക്കെ നമ്മുടെ തവയൊന്നും വയ്ക്കാം.